Next, we are moving on to the measures of simple correlation. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള correlation ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് first type of correlation on the basis of number of variables studied, correlations are simple correlation, partial correlation and multiple correlation. അതിനകത്ത് simple correlation എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ടേ വേരിയബിൾസിനെ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള കോറിലേഷൻ അവ തമ്മിലുള്ള കോറിലേഷൻ ആണ് എന്ത്? സിമ്പിൾ കോറിലേഷൻ. സോ അങ്ങനെ ഉള്ള സിമ്പിൾ കോറിലേഷനെ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കോറിലേഷൻ എന്താന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് കോറിലേഷനെ പറ്റിയും പറഞ്ഞു. ഇനി ആ കോറിലേഷനെ ഒന്ന് മെഷർ ചെയ്യാൻ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ, രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ മെഷർ ചെയ്യുന്നത് എപ്രകാരമാണ്, ആ മെഷേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു മാത്തമാറ്റിക്കലായിട്ട് എപ്രകാരം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ മെഷർ ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. That is the measures of simple correlation. They are the methods of ascertaining whether two variables are simply correlated or not. രണ്ട് വേരിയബിൾസ് സിമ്പിൾ കോറിലേഷൻ ആണോ അല്ലയോ ഫോളോ ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിക്കാനുള്ള മെഷേഴ്സ് ആണെന്ത്? മെഷേഴ്സ് ഓഫ് സിമ്പിൾ കോറിലേഷൻ. രണ്ട് വേരിയബിൾസ് തമ്മിൽ സിംപ്ലി കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നതിനെ പറ്റി മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ എന്ന് വിളിക്കുന്നത് മെഷേഴ്സ് ഓഫ് സിമ്പിൾ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ആണ്. It is the simplest device for determining the relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഇത് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. ഹിയർ വൺ അതിന്റെ മെത്തേഡ് ആണ്. എങ്ങനെയാണ് ആ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ചെയ്യുന്നതാണ് പറയുന്നത്. വൺ ഓഫ് ദ വേരിയബിൾ ഷോൺ ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് അതർ വേരിയബിൾ ഓൺ ദ വൈ ആക്സിസ്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസും ഉപയോഗിച്ചാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ എക്സ് ആക്സിസിലും മാർക്ക് ചെയ്യും, അതുപോലെ സെക്കൻഡ് വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ വൈ ആക്സിസിലും മാർക്ക് ചെയ്യും. ഈച്ച് പെയർ ഓഫ് ദി വേരിയബിൾ ഈസ് പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ്. ഇനി അതിനുശേഷം ആ എക്സ് വാല്യൂസും വൈ വാല്യൂസും ഒരു ഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലോട്ട് ചെയ്യും ഗ്രാഫിനകത്ത്. ദ മോർ ദ പ്ലോട്ടഡ് പോയിന്റ് സ്കാറ്റർ ദ ലെസർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ആ പ്ലോട്ട് ചെയ്യുന്ന എക്സ് വാല്യൂസും വൈ വാല്യൂസും പ്ലോട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഗ്രാഫിനെ അനലൈസ് ചെയ്യുമ്പോൾ ആ പോയിന്റ്സ്, പ്ലോട്ട് ചെയ്ത പോയിന്റ്സ് എത്രമാത്രം കൂടുതൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു, അതായത് ചിതറി കിടക്കുന്നു. സ്കാറ്ററിങ് മീൻസ് ചിതറി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലൂസ്ലി. മാർക്ക് ചെയ്യുമ്പോഴേക്കുന്ന എക്സ് വൈ പോയിന്റ്സ് എത്രമാത്രം വൈഡ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് നമ്മൾ എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? കോറിലേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ if more the plotted points scatter, the lesser relationship between the variables x and y. x ഉം y ഉം തമ്മിലുള്ള വേരിയബിൾസിന്റെ റിലേഷൻ കുറവായിരിക്കും എപ്പോൾ? ഈ സ്കാറ്ററിങ്ങിന്റെ തോത് കൂടുതലാണെങ്കിൽ. The more nearly the points to fall on a line, the higher will be the degree of relationship. ആ സ്കാറ്റർ ചെയ്യുന്നതിന് പകരം, ആ എക്സ് വൈ പോയിന്റ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിന് പകരം ഒരു ലൈനിൽ അല്ലെങ്കിൽ കർവിൽ എലോങ് ആയിട്ടാണ്, ലൈനിന്റെ പാത്തിലാണ് അല്ലെങ്കിൽ കർവിന്റെ പാത്തിലാണ് ആ പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ഹയർ ആയിരിക്കും. സ്കാറ്ററിങ് കൂടുന്നതനുസരിച്ച് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്ത് വരും? ലെസർ ആയിട്ട് വരും. ഈ സ്കാറ്റർ ഡയഗ്രത്തിന്റെ മെത്തേഡും അതുകൊണ്ടൊക്കെ തന്നെ പോയിന്റ്സും കുറച്ച് പാരഗ്രാഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മുടെ KGC സാറിന്റെ ടെക്സ്റ്റിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യാനകത്ത് മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുക.
Again, the second method for studying the correlation, simple correlation, is Carl Pearson's method of coefficient of correlation. Carl Pearson എന്ന് പറയുന്ന സയന്റിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ് ഫോർ സ്റ്റഡിങ് സിമ്പിൾ കോറിലേഷൻ. ദാറ്റ് ഈസ് Carl Pearson's method of coefficient of correlation. അദ്ദേഹം ചെയ്തത് കോറിലേഷൻ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനെ മെഷർ ചെയ്യാനായിട്ട് ഒരു കോഎഫിഷ്യന്റിനെ സജസ്റ്റ് ചെയ്തു. ആ കോഎഫിഷ്യന്റിന്റെ വാല്യൂസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ വാല്യൂസ് +1 -1 ആണെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ റിസൾട്ട് ചെയ്യും, 0 ആണെങ്കിൽ നോ കോറിലേഷൻ റിസൾട്ട് ചെയ്യും, -1 0 ഇടയിലാണെങ്കിൽ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും, 0 1 ഇടയിലാണെങ്കിൽ ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനുമാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന, അങ്ങനെ നമ്മൾ രണ്ട് വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ കിട്ടുന്ന വാല്യൂവിനെ ഒരു വേരിയബിളായ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിലേക്ക് അസൈൻ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, കാൾ പിയേഴ്സൺ ചെയ്തത്. ആ കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കോറിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുന്നു. അതായത് എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ ഈ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള കോറിലേഷനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ടിംഗ് വാല്യൂവിനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് വിളിക്കുക, അഥവാ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് വിളിക്കും. അതിനുശേഷം ആ വാല്യൂവിനെ ആ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ കോറിലേഷൻ, ആ കോഎഫിഷ്യന്റിനെ ഉപയോഗിച്ച് നമ്മൾ കോറിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യും. That is Carl Pearson's method of coefficient of correlation. Carl Pearson's coefficient of correlation നമ്മൾ represent ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ R ആണ്. It helps in measuring the nature of the correlation or the extent of correlation in numerical form. അതായത് കോറിലേഷന്റെ നേച്ചറിനെ അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് കോറിലേഷനെ എന്ത് ചെയ്യുന്നു, ന്യൂമറിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ന്യൂമറിക്കൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് സിമ്പിൾ കോറിലേഷൻ, ഫോർ മെഷറിംഗ് സിമ്പിൾ കോറിലേഷൻ എന്തെന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ മെഷറിംഗ് കോറിലേഷൻ ആണെങ്കിൽ എ ന്യൂമറിക്കൽ മെത്തേഡ് ഫോർ മെഷറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഓർ ന്യൂമറിക്കൽ മെത്തേഡ് ഫോർ മെഷറിംഗ് സിമ്പിൾ കോറിലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കാൾ പിയേഴ്സൺസ് മെത്തേഡ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. It is also called Pearsonian coefficient of correlation. Here മൈനസ് ആർ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അഥവാ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1. Here if the value of r is -1, it results a perfect negative correlation. If it lies between -1 and 0, it results an imperfect negative correlation. If r is equal to 0, it is no correlation or absence of correlation. Now, if the value of r lies between 0 and +1, it means it results an imperfect positive correlation. And if r is equal to 1, the correlation is perfect positive correlation. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ ഫോർമുല, കാൾ പിയേഴ്സന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 ഫോർമുലാസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഫോർമുല, സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് മൊമെന്റ് മെത്തേഡ് ഉപയോഗിച്ചുള്ള ഫോർമുല, ആൻഡ് തേർഡ് വൺ ഈസ് കോവേരിയൻസിന്റെ ടേംസിലുള്ള ഫോർമുലയുമാണ്. ദ ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് R is equal to n into sigma xy minus sigma x into sigma y
by root of n into sigma x square minus sigma x the whole square into root of n into sigma y square minus sigma y square. That is ഇവിടെ നമ്മൾ ചെയ്യുന്നത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്. ഹിയർ എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ എക്സ് ഇൻറ്റു വൈയുടെ സം എടുക്കുന്നു മൈനസ് സിഗ്മ എക്സ് എക്സിന്റെ സം ഇൻറ്റു സിഗ്മ വൈ വൈകളുടെ സം ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറുകളുടെ സം ദാറ്റ് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ദിസ് മീൻസ് സിഗ്മ എക്സിന്റെ സ്ക്വയർ into root of n into sigma y square y സ്ക്വയറുകളുടെ സമ്മ് മൈനസ് സിഗ്മ y the whole square y യുടെ സമ്മിന്റെ സ്ക്വയർ. That is directive method. By means of directive method r can be calculated as n into sigma xy minus sigma x into sigma y by root of n into sigma x square minus sigma x square into root of n into sigma y square minus sigma y the whole square. ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്. again the second one is product moment method. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഉള്ളത്. now by product moment method r is equal to sigma x minus x bar into y minus y bar. That is എക്സ് ബാർ എന്ന് പറയുന്നത് എക്സിന്റെ മീൻ എക്സ് വാല്യൂസിന്റെ മീനും വൈ ബാർ എന്ന് പറയുന്നത് വൈ വാല്യൂസിന്റെ മീൻ വാല്യൂ ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവയുടെ സിഗ്മ എടുക്കുക ബൈ റൂട്ട് ഓഫ് sigma x minus x bar the whole square into sigma y minus y bar the whole square. അതായത് x മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ എടുക്കുക y മൈനസ് y ബാറിന്റെ സ്ക്വയർ എടുക്കുക ഇവയുടെ സം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് കാണുക. ദാറ്റ് ഈസ് r is equal to sigma x minus x bar into y minus y bar by root of sigma x minus x bar the whole square into sigma y minus y bar the whole square. അപ്പോൾ നമുക്ക് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡും പ്രൊഡക്റ്റ് മൊമെന്റ് മെത്തേഡും നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻ ടേംസ് ഓഫ് കോവേരിയൻസിന്റെ ടേംസിൽ നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങോട്ടൊരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഈ ഫോർമുല നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് കോവേരിയൻസിന്റെ വാല്യൂയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളുടെ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണിത്. അതർവൈസ് വി ക്യാൻ യൂസ് എയ്തർ ഡയറക്റ്റ് മെത്തേഡ് ഓർ product moment method. That is r is equal to covariance of xy by standard deviation of x into standard deviation of y. That is r is the ratio of covariance between two variables and the product to the product of their standard deviation. Standard deviationുകളുടെ പ്രോഡക്റ്റിന്റെയും കോവേരിയൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസിന്റെയും റേഷ്യോ ആണ് എന്ത് ആർ എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞത് ആർ എന്ന് പറയുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള മറ്റൊരു ഫോർമുല ആയിരുന്നു. ദാറ്റ് ഈസ് ബൈ യൂസിങ് കോവേരിയൻസ് ഉപയോഗിച്ച് എപ്രകാരം നമുക്ക് കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോവേരിയൻസ് മീൻസ് കോറിലേറ്റഡ് വേരിയൻസ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള വേരിയൻസ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോവേരിയൻസ് എന്ന് വിളിക്കുന്നത്. സോ
കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു കഴിഞ്ഞാൽ എപ്രകാരം കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ തേർഡ് ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് R is equal to Carl Pearson's correlation coefficient. R is equal to covariance of x and y divided by standard deviation of x into standard deviation of y. ഈ ഫോർമുല നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? കോവേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ്. ദാറ്റ് ഈസ് R ഈസ് ദ റേഷ്യോ ഓഫ് കോവേരിയൻസ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ട് വേരിയബിൾസിന്റെ കോവേരിയൻസിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. Now we can discuss a problem by using these formulas. First problem: if covariance between x and y variables is 10 and variance of x and y are 16 and 9 respectively, find the coefficient of correlation. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? രണ്ട് വേരിയബിൾസ് എക്സും വൈയും വേരിയബിൾസ് തമ്മിലുള്ള കോവേരിയൻസ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വേരിയൻസ് വൈയും വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വേരിയൻസ് 16ഉം വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ വേരിയൻസ് 9ഉം ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ആറിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആൻസർ ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 10. Now അടുത്ത എന്തൊക്കെ തന്നിട്ടുള്ളത്? വേരിയൻസ് ഓഫ് എക്സ് 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore standard deviation is root of variance, that is root of 16, which is equal to 4. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ വേരിയൻസിന്റെ വാല്യൂവിന്റെ റൂട്ട് ആയിരിക്കും. അഥവാ വേരിയൻസ് ഈസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16, which is equal to 4. Similarly, variance of y is given as 9. Therefore, standard deviation of y, which is equal to root of variance of y, which is equal to root 9, that is equal to 3. So നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഉണ്ട്. We have to calculate coefficient of correlation by using the formula covariance of x y ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും തന്നിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? R is equal to covariance of xy divided by standard deviation of x into standard deviation of y. So correlation coefficient is equal to covariance of x and y divided by SD of x into SD of y, which is equal to നമ്മൾ values substitute ചെയ്യുന്നു. Therefore 10 divided by 4 into 3, which is equal to 10 divided by 12, which is equal to 0.83. So the value of correlation coefficient R is equal to 0.83. ഇനി നമുക്ക് ഈ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. അതായത് എക്സും വൈയും രണ്ടും വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ, മാത്തമാറ്റിക്കൽ വാല്യൂ അഥവാ ന്യൂമറിക്കൽ വാല്യൂ 0.83 ആണ് നമുക്ക് കിട്ടി. ആൻഡ് ദിസ് വാല്യൂ 0.83 ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് +1. Hence we can say that here there exists an imperfect positive correlation between x and y. എക്സിന്റെയും വൈയുടെയും ഇടയിൽ ഒരു ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമുക്കിവിടെ കിട്ടിയ കോറിലേഷൻ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉള്ള ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 0.83 ആയിരുന്നു. ആൻഡ് ദിസ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. Consider the next question. Find the coefficient of correlation between age and playing habits of following students.
ക്വസ്റ്റ് നോക്കുക. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ത് തമ്മിലുള്ളത്? ഏജും പ്ലേയിങ് ഹാബിറ്റ്സും തമ്മിലുള്ള കോറിലേഷന്റെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So, coefficient of correlation between age and playing habits of students ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഏജ് നമുക്ക് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ക്ലാസ് ആണ് അല്ലേ, അതായത് കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് നമുക്ക് ഏജിനെ തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസും റെഗുലർ പ്ലെയേഴ്സും അല്ലേ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഏജ് ഇൻ ടേംസ് ഓഫ് ക്ലാസും അതുപോലെ തന്നെ പ്ലേയിങ് ഹാബിറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സ്റ്റുഡൻസിനകത്ത് അവർക്ക് രണ്ട് രീതിയിൽ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുക അല്ലെ. ഒന്ന് നമ്പർ ഓഫ് സ്റ്റുഡൻസും റെഗുലർ പ്ലെയേഴ്സും. അതായത് 14.5 to 15.5 എന്ന് പറയുന്ന ആ ഏജ് ഗ്രൂപ്പിനകത്ത് 250 കുട്ടികളുണ്ട്. ആ 250 കുട്ടികളിൽ 200 പേരാണ് എന്ത് റെഗുലർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ 15.5 to 16.5 എന്ന് പറയുന്ന ഏജ് ലിമിറ്റിനകത്ത് വരുന്നത് 200 കുട്ടികളാണ്. അതിൽ റെഗുലർ പ്ലെയേഴ്സ് എത്ര പേരാണ്? 150 പേരാണ്. Again 16.5 to 17.5 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിൽ വരുന്നത് 150 സ്റ്റുഡൻസ് ആണ്. അതിൽ റെഗുലർ പ്ലെയേഴ്സ് എത്ര പേരാണ്? 90 സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഓരോ ഏജ് ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണവും അതിൽ റെഗുലർ പ്ലെയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ്? ഏജും പ്ലേയിങ് ഹാബിറ്റ്സ് ഓഫ് സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ നമ്മൾ ഒന്നാമത്തെ വേരിയബിൾ, അതായത് ഫസ്റ്റ് വേരിയബിൾ ആയിട്ട് ഏജിനെ കൺസിഡർ ചെയ്യുന്നു. Therefore x is considered as age. The variable ഏജിനെ നമ്മൾ x എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസ്യൂം ചെയ്യുന്നു. ആൻഡ് എഗെയിൻ y എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് പ്ലേയിങ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. എന്തെടുക്കുന്നത്? y എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ x എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എഴുതി, y എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എഴുതി. ഇവിടെ x എന്ന് പറയുന്ന വേരിയബിൾ തന്നിരിക്കുന്ന എന്തായിട്ടാണ്? ക്ലാസ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. സോ നമ്മൾ ഓരോ ക്ലാസ്സിന്റെയും മിഡ് വാല്യൂ ആണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എക്സ് വാല്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്ലാസ് ആയ 14.5 to 15.5ന്റെ മിഡ് വാല്യൂ ദാറ്റ് ഈസ് 14.5 പ്ലസ് 15.5 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 15. ആ 15 എന്ന് പറയുന്ന വാല്യൂവിനെ എന്തായിട്ട് എഴുതി? ഫസ്റ്റ് ക്ലാസ്സിന്റെ മിഡ് വാല്യൂ ആയ എക്സിൽ എഴുതി. എഗെയിൻ 15.5 to 16.5ന്റെ മിഡ് വാല്യൂ ദാറ്റ് ഈസ് 16 എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ്സിന്റെ പൊസിഷനിൽ എഴുതി. എഗെയിൻ 16.5 to 17.5 എന്ന് പറയുന്ന ക്ലാസ്സിന്റെ മിഡ് വാല്യൂ അത് തേർഡ് ക്ലാസ്സിന്റെ പൊസിഷനിൽ എഴുതി. അങ്ങനെ നമ്മൾ എക്സ് വാല്യൂസ് ഓരോ ക്ലാസ്സിന്റെ മിഡ് വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. Again value of y വാല്യൂസിന്റെ പ്രത്യേകത അവിടെ നമ്മൾ എഴുതുന്നത് റെഗുലർ പ്ലെയേഴ്സിന്റെ വാല്യൂവോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണമോ അല്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പ്ലേയിങ് ഹാബിറ്റ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് അവർ കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഉള്ള പ്രത്യേകത ഇവിടെ ഓരോ ഏജ് ഗ്രൂപ്പിലും പെടുന്ന കുട്ടികളുടെ എണ്ണം വ്യത്യസ്തമാണ്. സോ എല്ലാ ഏജ് ഗ്രൂപ്പിലെയും കുട്ടികളുടെ എണ്ണം സെയിം ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്തുമാത്രം എഴുതിയാൽ മതി? റെഗുലർ പ്ലെയേഴ്സിന്റെ എണ്ണം തന്നിരിക്കുന്നത് തന്നെ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിനകത്തെ 250 സ്റ്റുഡൻസിൽ 200 സ്റ്റുഡൻസിന് എന്തുണ്ട്? റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉണ്ട്.
സെക്കൻഡ് ക്ലാസ്സിൽ 250 സ്റ്റുഡൻസ് ഇല്ല, 200 സ്റ്റുഡൻസിനകത്താണ് 150 സ്റ്റുഡൻസിന് എന്തുള്ളത്, റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉള്ളത്. തേർഡ് ക്ലാസ്സിലോ 150 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിൽ 90 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉള്ളവരാണ്. എഗെയിൻ ഫോർത്ത് ക്ലാസ്സിനെ സംബന്ധിച്ച് 140 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിൽ 40 സ്റ്റുഡൻസിന് എന്തുണ്ട്, റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉണ്ട്. സോ എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ആ തന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിന് എഴുതിയിരിക്കുന്നത്, റെഗുലർ പ്ലെയേഴ്സിന്റെ എണ്ണം എഴുതിയിരിക്കുന്നത്. സോ ഇവർക്ക് ഒരു കോൺസ്റ്റന്റ് ബേസ് ഇല്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ടോട്ടൽ നമ്പർ 250, സെക്കൻഡ് ക്ലാസ്സിൻ്റെത് 200, തേർഡ് ക്ലാസ്സിൻ്റെത് 150. അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല എല്ലാ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ നമ്മൾ y എന്ന് പറയുന്ന വേരിയബിളിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ബേസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ റെഗുലർ പ്ലെയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, y വാല്യൂ ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം 250, സെക്കൻഡ് ക്ലാസ്സിൻ്റെത് 200, തേർഡ് ക്ലാസ്സിൻ്റെത് 150 ആൻഡ് സോ ഓൺ. നമ്മൾ ചെയ്യുന്നത് ഈ എല്ലാ ക്ലാസ്സിൻ്റെയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം എന്തായിട്ട് എടുക്കുന്നു, 100 എന്ന രീതിയിൽ. 100 ആണെങ്കിൽ എല്ലാ ക്ലാസ്സിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം 100 ആണെങ്കിൽ അതിൽ റെഗുലർ പ്ലെയേഴ്സ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഓരോ ക്ലാസ്സിലെയും സ്റ്റുഡൻസിന്റെ എണ്ണത്തിന് എന്തുണ്ടായിരിക്കും, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ലാതെ പോകും. കാരണം ഫസ്റ്റ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 250, അതിൽ റെഗുലർ പ്ലെയേഴ്സ് 200. അടുത്ത സെക്കൻഡ് ക്ലാസ്സിൽ 200 സ്റ്റുഡൻസ് ഉള്ളതിനകത്ത് അല്ലെങ്കിൽ 200 സ്റ്റുഡൻസിനകത്ത് 150 സ്റ്റുഡൻസ് ആണ് എന്ത്, റെഗുലർ പ്ലേസ്. അപ്പൊ അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല. തേർഡ് ക്ലാസ്സിൽ 150ൽ 90 സ്റ്റുഡൻസ് ആണ് എന്ത്, റെഗുലർ പ്ലേസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെഗുലർ പ്ലെയേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓരോ ഏജ് ലിമിറ്റിന്റെയും നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം യൂണിഫോം ആയിട്ട് എടുത്തുകൊണ്ട് അതിൽ എത്ര കുട്ടികളാണ് റെഗുലർ പ്ലെയേഴ്സ് എന്നുള്ളതിന് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, y വേരിയബിളിലേക്ക് അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ദാറ്റ് ഈസ് 14.5 to 15.5 എന്ന് പറയുന്ന ക്ലാസ്സിൽ 250 സ്റ്റുഡൻസിൽ 200 സ്റ്റുഡൻസ് എന്ത് ചെയ്യും, റെഗുലർ പ്ലെയേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ 100 സ്റ്റുഡൻസിൽ എത്ര പേരായിരിക്കും അവിടുത്തെ റെഗുലർ പ്ലെയേഴ്സ്. അതായത് ഇപ്പോൾ 250ൽ 200 സ്റ്റുഡൻസ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് പ്ലേയിങ് ഹാബിറ്റ്സ് ഉള്ളവരാണെങ്കിൽ ഔട്ട് ഓഫ് 100 വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് number of students who have regular playing habits and having age limit between 14.5 and 15.5. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 200 by 250 into 100 ചെയ്യുന്നു. ദാറ്റ് ഈസ് 200 ഡിവൈഡ് ബൈ 250 ആദ്യം ചെയ്യുന്നു, ഇൻറ്റു ആ കിട്ടുന്ന വാല്യൂവിനെ ഇൻറ്റു 100 ചെയ്യും. ആൻഡ് റിസൾട്ടന്റ് ഈസ് 80. അഗെയിൻ രണ്ടാമത്തെ ഏജ് ലിമിറ്റ് 15.5 to 16.5. അവിടെ 200 സ്റ്റുഡൻസിൽ 150 സ്റ്റുഡൻസ് ആണ് എന്തുള്ളത്, റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉള്ള കുട്ടികൾ. സോ നമ്മൾ ചെയ്യുന്നത് അവിടെ 100 സ്റ്റുഡൻസ് ആണ് എക്സിസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അവരിൽ എത്ര പേർക്ക് എന്തുണ്ട്, റെഗുലർ പ്ലേയിങ് ഹാബിറ്റ്സ് ഉണ്ടെന്നുള്ളത് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നു. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അത് 150 ഡിവൈഡ് ബൈ 200 ചെയ്യുന്നു. ആ കിട്ടുന്ന പുതിയ വാല്യൂവിനെ ഇൻറ്റു 100ലേക്ക് മാറ്റുന്നു. സോ ദ വാല്യൂ ഈസ് 75. Again for the third class it is 90 by 150 into 100 and answer is 60. So അങ്ങനെ നമ്മൾ x വാല്യൂസിനെയും y വാല്യൂസിനെയും നമ്മൾ എഴുതി. ഇനി നമുക്ക് തന്നിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുലാസ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, പ്രോഡക്റ്റ് മൊമെന്റും മെത്തേഡും ഉണ്ട്. അതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കോളംസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം.
ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് മൊമെന്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ടേബിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ടേബിളിനകത്ത് ഞാൻ അതിൻ്റെ കോളം ഹെഡ്സിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് മൊമെന്റ് മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോളം ഹെഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ R is equal to the value of R by using product moment method is sigma x minus x bar into y minus y bar by root of sigma x minus x bar the whole square into sigma y minus y bar the whole square. ഇവിടെ x ബാറും y ബാറും എന്താണ്, x വാല്യൂസിന്റെയും y വാല്യൂസിന്റെയും മീൻ ആണ്. സോ നമ്മൾ ആദ്യം എന്തുകൂടി കണ്ടുപിടിക്കണം, എക്സിന്റെയും വൈയുടെയും വാല്യൂസിന്റെ മീൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. therefore x bar is equal to sigma x by n, that is 105 by 6, that is equal to 17.5. again y bar is equal to sigma y by n, sigma x sigma y നമുക്ക് എവിടെ നിന്ന് കിട്ടും, കോളത്തിന്റെ തന്നിട്ടുള്ള എക്സ് വൈ കോളത്തിന്റെ സം ആണ്. n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് വാല്യൂസ് ആണ്. So അവിടെ 6 values ആണ് തന്നിരിക്കുന്നത്. So n is 6 and here sigma y കോളത്തിന്റെ സം, that is 300 by 6 which is equal to 5. So x ബാറും y ബാറും നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് മൊമെന്റ് മെത്തേഡ് അനുസരിച്ച് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, x മൈനസ് എക്സ് ബാറിന്റെ കോളം വേണം, y മൈനസ് y ബാറിന്റെ കോളം വേണം, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു കോളം x മൈനസ് എക്സ് ബാർ ഇൻറ്റു y മൈനസ് y ബാർ, അവയുടെ ആ കോളത്തിന്റെ സിഗ്മ divided by എന്താണ്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കോളത്തിലെ ഓരോ വാല്യൂസിന്റെയും സ്ക്വയറുകളുടെ സമ്മ് ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ, വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞ കോളത്തിന്റെ ഓരോ വാല്യൂസിന്റെയും സ്ക്വയറുകളുടെ സമ്മ്. അത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം അവ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കണം, എന്നിട്ട് അതിന്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മുടെ ടേബിളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എക്സ് മൈനസ് എക്സ് ബാറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, വൈ മൈനസ് വൈ ബാറിന്റെ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഓരോ എക്സ് വാല്യൂസിൽ നിന്നും എക്സ് ബാറിന്റെ വാല്യൂവിനെ കുറച്ചു, ഓരോ വൈ വാല്യൂസിൽ നിന്നും വൈ ബാറിന്റെ വാല്യൂവിനെയും സബ്ട്രാക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എക്സ് മൈനസ് എക്സ് ബാറിന്റെ കോളത്തിന്റെ സമ്മോ വൈ മൈനസ് വൈ ബാറിന്റെ കോളത്തിന്റെ സമ്മോ നമുക്ക് ആവശ്യമില്ല. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോർമുലയ്ക്കകത്ത് വേണ്ട, ചെയ്താൽ തന്നെയും നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 0 ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, ആഡ് ചെയ്ത് വെക്കണ്ട, ആവശ്യമുള്ള കോളങ്ങൾ മാത്രം സം ചെയ്താൽ മതി. സോ നെക്സ്റ്റ് നമുക്ക് ഈ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞ കോളത്തിന്റെ സ്ക്വയറുകളുടെ സം വേണം അല്ലെ. അപ്പൊ ഈ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ the whole square, that is minus 2.5 into square, that is 6.25. again minus 1.5 into square, that is 2.25. അങ്ങനെ ആ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ കോളത്തിന്റെ സം ആവശ്യം ഉണ്ടായിരുന്നു, that is sum is 17.5. similarly y minus y ബാറിന്റെ വൈ ബാർ സ്ക്വയർ നമുക്ക് വേണം. അപ്പൊ വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്ന കോളത്തിലെ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ സമ്മ നമ്മൾ എടുത്ത് 3350. ഇനി എന്താ വേണ്ടത്, എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞ കോളത്തിന്റെ സം വേണം. therefore എക്സ് മൈനസ് എക്സ് ബാറിനകത്തെ ഓരോ വാല്യൂസിനെ വൈ മൈനസ് വൈ ബാറിനകത്തെ ഓരോ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. That is minus 2.5 into 30, that is minus 75. Again minus 1.5 into 25, that is minus 37.5. അങ്ങനെ ഓരോ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവയുടെ സമ്മ് നമ്മൾ എടുത്ത്, that is minus 240. സോ ഇപ്പൊ നമ്മളുടെ എക്സ് വാല്യൂസിന്റെ സമ്മുണ്ട്, വൈ വാല്യൂസിന്റെ സമ്മുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. അതിനകത്ത് നമ്പർ ഓഫ് വാല്യൂസിന്റെ എണ്ണം 6 ആണ്. നമ്മൾ എന്ത് ചെയ്തു, എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ഫോർമുലയിൽ ആവശ്യമായിട്ടുള്ള ഓരോ ടേംസിനെയും പുതുതായിട്ട് കോളംസ് അഡീഷൻ ആഡ് ചെയ്തതിനു ശേഷം അതിനെ എന്ത് ചെയ്യാതെ ഓരോന്നിന്റെയും സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഓരോ സമ്മുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം,
ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R is equal to minus 240 divided by root of 17.5 into 3350 which is equal to minus 0.9912. So നമുക്ക് correlation coefficient numerical value minus 0.9912 എന്നാണ് കിട്ടിയത്, and this value lies between minus 1 and 0, and hence we can say that here the two variables x and y, that is age and playing habits of students follows an imperfect negative correlation. അതാണ് ഈ കോറിലേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ 0യ്ക്കും -1നും ഇടയിലായതുകൊണ്ട് തന്നെ ആ രണ്ട് വേരിയബിൾസ് എന്ത് ഫോളോ ചെയ്യുന്നു? ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ഫോളോ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇതിനോട് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എനിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതും കൂടെ ചേർത്ത് എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ഇന്നത്തെ നമ്മളുടെ ഈ സെഷനകത്ത് നമ്മൾ പറഞ്ഞത് കോറിലേഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് കോറിലേഷനും അതുകൊണ്ട് തന്നെ മെഷേഴ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ കോറിലേഷനുമാണ്. രണ്ട് മെഷേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് മെഷർ ഈസ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്, ദാറ്റ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡും. സെക്കൻഡ് മെഷർ എന്ന് പറയുന്നത് കാൾ-പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റും ആണ്. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ദിസ് പ്രോബ്ലം, ഈ വർക്ക്ഔട്ട് ചെയ്യാത്ത പ്രോബ്ലം കൂടെ മനസ്സിലാക്കി ചെയ്ത് പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.